FMG വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഫണ്ണി എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നമ്മുടെ എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് തെർമോകോൾ വേഴ്സസ് ഗ്ലൂ ആണ്. അപ്പോൾ തെർമോകോൾ വേഴ്സസ് ഗ്ലൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് തെർമോകോൾ എടുത്ത് അതിൻ്റെ മുകളിൽ പലതരത്തിലുള്ള ഗ്ലൂകളൊന്ന് ഒഴിച്ച് അത് എന്തുമായി തീരുന്നുള്ള നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് വഴി നമുക്ക് അവസാനം ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഗ്ലൂ നമുക്ക് തെർമോകോളിൽ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഒരു ഗം എടുത്തിട്ടുണ്ട്, നമ്മൾ ഫെവി ക്വിക്ക് എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മളൊരു സൂപ്പർ ഗ്ലൂ എടുത്തിട്ടുണ്ട്, പിന്നെ ഫെവി ബോണ്ട് എടുത്തിട്ടുണ്ട്, ഫെവിക്കോൾ, ഇങ്ങനെ കുറച്ച് ഗമ്മുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ടിയുള്ള തെർമോക്കോളും അതുപോലെ തന്നെ കുറച്ച് കട്ടി കുറവുള്ള തെർമോക്കോളും എടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ആ കട്ടിയുള്ള തെർമോക്കോൾ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാധാ ഗം എടുത്ത് നമ്മളൊന്ന് ഇൻസേർട്ട് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ തെർമോക്കോൾ എന്തെങ്കിലും റിയാക്ഷൻ നടക്കുമോ അതോ അതുപോലെ ഇരിക്കുകയുള്ളൂ നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ അനക്കവും അതിൽ കാണുന്നില്ല, ഒരിതും നടന്നിട്ടില്ല. ഗം അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, ഒരു റിയാക്ഷൻ നടന്നിട്ടില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫെവിക്കോൾ എടുക്കാം. ഫെവിക്കോൾ എടുത്ത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ തെർമോക്കോളിലൊന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിടെയും കുറച്ച് നേരം നോക്കിയിട്ടും ഒന്നും കാണുന്നില്ല, റിയാക്ഷനൊന്നും നടക്കുന്നില്ല. ഫെവിക്കോൾ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, പ്രത്യേകിച്ച് ഒരു റിയാക്ഷനും നടന്നിട്ടില്ല. രണ്ടും അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കാം ഇതൊന്നും ഒരു റിയാക്ഷൻ നടക്കുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇനി സെക്കൻഡ് നമ്മൾ നോക്കുന്നത് സൂപ്പർ ഗ്ലൂ ആണ്. അപ്പോൾ സൂപ്പർ ഗ്ലൂ ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് കാണാം, ഒരു ഡ്രോപ്പ് ഇട്ട ആ സമയത്ത് തന്നെ വളരെയധികം ബബിൾസൊക്കെ വന്ന് റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടന്ന് ആ തെർമോക്കോൾ കംപ്ലീറ്റ്ലി പോയിരിക്കുന്നു, ആ ഒരു സർഫസ് ഏരിയ ഒക്കെ പോയിരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ ഫെവി ക്വിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഒരു ചെറിയൊരു ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ചെറിയൊരു ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തുടക്കത്തിൽ റിയാക്ഷനൊന്നും കാണുന്നില്ല. ഓക്കെ, ചെറിയൊരു ബബിൾസ് പോലെയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സൂപ്പർ ഗ്ലൂവിനെക്കാട്ടും കുറച്ചുകൂടെ സ്ലോ ആണ് നമ്മുടെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് കാണാം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ സൂപ്പർ ഗ്ലൂവിനെക്കാട്ടും കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ നല്ല ഹീറ്റ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. തൊടുമ്പോഴത്തേക്കും നല്ല ഹീറ്റ്, സൂപ്പർ ഗ്ലൂവിൽ നിന്നും ഫെവിക്വിക്കിന് നല്ല ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. ഫെവിക്വിക്ക് നല്ല ഹീറ്റ് വരുന്നുണ്ട്. റിയാക്ഷൻ കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. അപ്പം ഫെവിക്കോളും ഗമ്മും ഒരു റിയാക്ഷൻ നടന്നിട്ടില്ല. നമുക്ക് കാണാം, ഞങ്ങളുടെ ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ്, ഒന്നും നടന്നിട്ടില്ല. സൂപ്പർ ഗ്ലൂ നന്നായിട്ട് തന്നെ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട്, നല്ല ഹീറ്റും ഉണ്ട്. ഫെവിക്വിക്ക് അതുപോലെ നന്നായിട്ട് തന്നെ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട്, നല്ല ഹീറ്റും അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമ്മുടെ ഫെവി ബോണ്ട് എടുത്തിട്ടുണ്ട്, ലാർജാണ്. ഫെവി ബോണ്ട് ലാർജ് സൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം, ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ അത് ഇടുമ്പോൾ തന്നെ ആ ഒരു ഗം ആ തെർമോക്കോൾ വീഴുമ്പോൾ തന്നെ വളരെ നല്ല റിയാക്ഷൻ ഉണ്ട്. ബബിൾസൊക്കെ ഒന്ന് നല്ല ഫാസ്റ്റായിട്ട് റിയാക്ഷൻ നടന്നു, അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയി കഴിഞ്ഞു, കംപ്ലീറ്റ്ലി ഉരുകി കഴിഞ്ഞു. തെർമോക്കോൾ അപ്ലൈ ചെയ്ത് അത്രയും ഭാഗത്ത് തന്നെ നന്നായിട്ട് തന്നെ ഉരുകി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ആ തറയിൽ കിടക്കുന്ന അതിൻ്റെ അകത്തോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് വെച്ച് നോക്കാം. നിങ്ങൾക്ക് കാണാം ബബിൾസ് വരുന്നുണ്ട്. റിയാക്ഷൻ നടന്നോ ഇല്ലയോ എന്ന് നമുക്ക് തെർമോക്കോൾ പൊക്കി നോക്കാം. ഓക്കെ, റിയാക്ഷൻ നടന്നു, അത്രയും ഭാഗം ഉരുകി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആവുന്ന ആ പശ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി തെർമോക്കോൾ വെച്ച് ഒന്ന് ഉരച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാം നന്നായിട്ട് തന്നെ ഉരുകിയിട്ടുണ്ട്. റിയാക്ഷൻ സൂപ്പറായിട്ട് നടന്നു, നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്, കംപ്ലീറ്റ്ലി ഉരുകിപ്പോയിരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റാം. നമ്മൾ ചെറിയത് വെച്ചാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ലാർജ് സൈസ് തെർമോക്കോൾ എടുക്കാം. നല്ല കട്ടി കൂടി തെർമോക്കോൾ വെച്ച് നമുക്ക് ഒഴിച്ച് നോക്കാം. അതിലാണ് നമ്മൾ ഇനി അടുത്ത എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അതിനായിട്ട് ഞാൻ 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. സൂപ്പർ ഗ്ലൂവിനും ഫെവിക്വിക്കിനും അതുപോലെ തന്നെ ഫെവി ബോണ്ടിനും വേണ്ടി 3 സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സൂപ്പർ ഗ്ലൂ എടുത്ത് അടപ്പൊക്കെ ഒന്ന് തുറന്ന് കളഞ്ഞ് നമുക്കൊന്ന് ഒഴിച്ച് നമ്മൾ നിരത്തി ഒന്ന് ഒഴിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിരത്തി ഒഴിക്കുന്ന നമ്മൾ മുമ്പേ കണ്ടപോലെ തന്നെ ഫാസ്റ്റായിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്. നല്ല സൂപ്പർ ഗ്ലൂവിൽ നിന്ന് നല്ലൊരു ഹീറ്റും അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ മുമ്പേ നടന്ന പോലെ തന്നെ റിയാക്ഷൻ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. പക്ഷേ അവിടെ ബബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല, പെട്ടെന്ന് ഉരുകി പോവുകയാണ്. നന്നായിട്ട് തന്നെ ഉരുകി അത്രയും വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുന്നത് ആ ഒരു അത്രയും താഴെ വരെ എത്തുമോ എന്നുള്ളതാണ്, ഏതാണ് ഏറ്റവും ആദ്യം താഴെ വരെ എത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പം അത്രയേ ഉള്ളൂ, അത് അവിടെ സ്റ്റോപ്പായി, റിയാക്ഷൻ സ്റ്റോപ്പായിട്ടുണ്ട്. ചെറുതായിട്ട് നടക്കുന്നുണ്ട്, അത് കമ്പാരിറ്റീവ്ലി നടന്നോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഇത് എടുക്കാം. നമ്മുടെ സെക്കൻഡ് ഇത് എടുക്കേണ്ട സമയമായിരിക്കും. അപ്പോൾ സെക്കൻഡ് നമ്മൾ എടുക്കുന്നത് ഫെവിക്വിക്കാണ്. അപ്പോൾ ഫെവിക്വിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുമ്പേ കണ്ടുപോലെയാണോ റിയാക്ഷൻ നടക്കുക അതോ അതിലും കൂടുതലായിട്ട് നടക്കും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ നടന്ന് മുമ്പേ നടന്ന പോലെ തന്നെ അല്പം സ്ലോ ആയിട്ടാണ് ഫെവിക്വിക്കിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ചെറിയ സ്ലോ ആണ് പുള്ളിക്കാരൻ. സൂപ്പർ ഗ്ലൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാം, ചെറിയ സ്ലോ ആയിട്ട് നടന്ന് നന്നായിട്ട് ഉണ്ട്. അപ്പോൾ അത് നല്ല ഒരു ബബിൾസൊക്കെ വരുന്നുണ്ട്, ആ ഒരു ഉരുകുന്നതിൻ്റെ ആ ഒരു എഫക്റ്റാണത്. അത് തന്നെ ബബിൾസൊക്കെ വന്ന് ഉരുകുന്നുണ്ട്. റിയാക്ഷൻ കമ്പാരിറ്റീവ്ലി നല്ല സ്ലോ ആണ്.
ഓക്കെ, നിങ്ങൾക്ക് കാണാം നന്നായിട്ട് തന്നെ നമ്മുടെ റിയാക്ഷൻ നടന്ന് വരുന്നുണ്ട്. സ്ലോ ആണെങ്കിൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ തേർഡ് പ്ലേസ് നോക്കാം. തേർഡ് പ്ലേസ് നമ്മുടെ ഫെവി ബോണ്ടാണ്. അപ്പോൾ മുമ്പ് നടന്ന പോലെ ഫെവി ബോണ്ടാണെന്ന് തോന്നുന്നു മിക്കവാറും. ഇതിൽ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക. അപ്പോൾ ഫെവി ബോണ്ട് നന്നായിട്ട് തന്നെ ഇട്ടുകൊടുക്കുക. നമുക്ക് കാണാം ഇടുമ്പോൾ തന്നെ ബബിൾസ് വന്ന് വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. തെർമോക്കോൾ ഉരുകി പോകുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഫെവി ബോണ്ടൊന്നും നമ്മൾ സെയിൽസ് എക്സിബിഷനൊക്കെ പോകുമ്പോഴത്തേന് തെർമോക്കോൾ ഒട്ടിക്കാൻ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ സൂപ്പർ ഗ്ലൂവും തെർമോക്കോളൊക്കെ തെർമോക്കോൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കത്തിപ്പോകുന്നത്, നന്നായിട്ട് തന്നെ ഉരുകി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഗമ്മും ഫെവിക്കോളും തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് റിയാക്ഷനോടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ 3 റിയാക്ഷൻ്റെ അവസ്ഥ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇത് ഓവറോൾ റിയാക്ഷൻ കഴിഞ്ഞ് കുറച്ച് ടൈം ഞാൻ എടുത്തു. അതിന് ശേഷം നോക്കിയാണ് നമ്മുടെ ഫെവി ബോണ്ട് ഇട്ട സ്ഥലമാണ് ഏറ്റവും കൂടുതൽ വിജയിച്ച് നിൽക്കുന്നത്. നമുക്ക് കാണാം അത്രയും ഭാഗം പോയിട്ടുണ്ട്. പിന്നെ സോഫ്റ്റർ ആയിട്ടിരിക്കുകയാണ്. അത് കമ്പാരിറ്റീവ്ലി ഫെവിക്വിക്ക് ഇച്ചിരി ഹാർഡറാണ് ഫെവിബിനെക്കാട്ടും. പിന്നെ സൂപ്പർ ഗ്ലൂ നല്ല ഹാർഡാണ് കേട്ടോ. നല്ല ഹാർഡ്, നല്ല ഹീറ്റും ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. നല്ല കട്ടിയാണ്. ആ ഒരു ഉരുകിയ ഭാഗം നല്ല കട്ടിയാണ്. പക്ഷേ ഫെവിക്വിക്ക് ഇച്ചിരി കമ്പാരിറ്റീവ്ലി സോഫ്റ്റാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി മൂന്നാമതായിട്ട് നമ്മൾ കുറച്ച് തെർമോക്കോൾ പൊടിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബാക്കിയുള്ളതെല്ലാം തീർന്നു. ഇനി ഫെവി ബോണ്ട് മാത്രമേ ബാക്കിയുള്ളൂ. സൂപ്പർ ഗ്ലൂ ഒക്കെ തീർന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് അതിൻ്റെ ആ ഒരു റിയാക്ഷൻ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. മറ്റേതിനെക്കാട്ടും കുറച്ചുകൂടെ ഈസിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം, കണ്ടില്ല, ഉരുകി വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഉരുകി എല്ലാ തെർമോക്കോളും ഒരുമിച്ചാവുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാണ് കേട്ടോ. ഈ ഫെവി ബോണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇനി നമ്മൾ ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ച് ആ സൈഡിൽ ഇരിക്കുന്ന എല്ലാം കൂടെ ഒന്ന് തട്ടി അതിൻ്റെ തൊട്ടിട്ട് നമുക്ക് ഒന്ന് ഗ്ലൂ ആയിട്ട് എടുക്കാം. നിങ്ങൾ ഒരുപാട് റിയാക്ഷനുകൾ ഇപ്പം ഒരുപാട് യൂട്യൂബിലുണ്ട്. കാരണം നമ്മുടെ പെട്രോളിൽ തെർമോക്കോൾ മുക്കുന്നത് അതുപോലൊക്കെ തന്നെയാണ് ഇത് ഏകദേശം. ഇത് ഗ്ലൂ ആണെന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അവസാനം കിട്ടിയ ആ ഒരു റിയാക്ഷന് കുറച്ച് ടൈം എടുത്തതിന് ശേഷം കിട്ടിയ ഒരു അവസാനത്തെ ലാസ്റ്റ് എൻഡ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് പശപശപ്പുണ്ടോ എന്ന് നോക്കാം. പശപശപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ഇതുപോലെ വരുന്നുണ്ട്, ഒരു സ്റ്റിക്കി ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ വലിയ കട്ടിയൊന്നുമില്ല. പക്ഷേ എനിക്കൊന്ന് കുറച്ച് നേരം കൈ വെച്ച് കഴിഞ്ഞാൽ ഒട്ടുന്നുണ്ട്. അല്ലാതെ വലിയ ഭയങ്കര പവർഫുള്ളായിട്ടൊന്നും വന്നിട്ടില്ല. എന്നാലും സംഭവം ഇച്ചിരി നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ തെർമോക്കോൾ നിങ്ങൾക്ക് കാണാം. ആ ഉരുകിയ തെർമോക്കോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീൽ വരുന്നുണ്ട്. അത് നമ്മളിനി വെള്ളം ഉപയോഗിച്ചൊക്കെ കഴുകി കളയേണ്ടി വരും. ഇച്ചിരി ഹാർഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ചെറിയൊരു ഒട്ടിപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിയാക്ഷൻ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞ ശേഷമുള്ള ഒരു എൻഡ് വ്യൂ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നല്ലൊരു എക്സ്പെരിമെൻ്റ് തന്നെയാണ് ചെയ്ത് നോക്കിയത്. നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി നല്ല എക്സ്പെരിമെൻറ്റുകളുമായി ഞാൻ ഇനി എത്തുന്നതാണ്. അതുവരെ ഇറ്റ്സ് മീ FMG സൈനിങ് ഔട്ട്.